ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ഹോളിയുടെ സമയം നിങ്ങളുടെ ലൈഫിൽ എന്ത് നെഗറ്റിവിറ്റിയാണ് അവസാനിക്കാൻ പോകുന്നത് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആദ്യത്തെ മെസ്സേജ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഒരു മെസ്സേജ് വരികയാണ്, നിങ്ങളുടെ വഴി ശരിയാണോ അതോ നിങ്ങളുടെ വഴി തെറ്റാണോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ വരികയാണ് എങ്കിൽ നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എപ്പോഴും നിങ്ങൾ ഈ ഒരു കൺഫ്യൂഷനിലാണ് എങ്കിൽ ഇനി വരാൻ പോകുന്ന സമയം ആ ഒരു കൺഫ്യൂഷനിൽ നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുന്നതാണ്. അതായത് ഞാൻ ശരിയായ വഴിയിലാണോ മോശം വഴിയിലാണോ എന്നുള്ള കാര്യത്തിലുള്ള കൺഫ്യൂഷൻ. ഇവിടെ ഈ ഒരു സൂര്യഗ്രഹണം കഴിഞ്ഞിപ്പോൾ ചന്ദ്രഗ്രഹണമാണ്. അതായത് ചന്ദ്രഗ്രഹണത്തിന് മുന്നേ വരെ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, അതായത് നിങ്ങൾ എന്താണോ നല്ലത് പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഗ്രഹിക്കുന്നത് വളരെ മോശം രീതിയിലായിരുന്നു. ആ ഒരു ആൾക്കാർ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന ആ ഒരു സ്വഭാവം ഇനി മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എന്താണോ പറയുന്നത് അവർ അതേ രീതിയിൽ തന്നെ എടുക്കും, മോശം രീതിയിൽ എടുക്കത്തില്ല, നല്ല രീതിയിൽ തന്നെ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ ആയിരിക്കത്തില്ല ആൾക്കാർ നിങ്ങളെ ഗ്രഹിക്കുന്നത്. ആ ഒരു സ്വഭാവം ഇനി മാറുന്നതാണ്. അതായത് നിങ്ങൾ കാണിക്കുന്ന സ്വഭാവം നല്ലതായിരിക്കും, പക്ഷേ ആൾക്കാർ വിചാരിക്കുന്നത് നിങ്ങൾ മോശം സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇനി മാറുന്നതാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ആൾക്കാർക്കുണ്ടായിട്ടുള്ള ആ ഒരു ഭ്രമം അല്ലെങ്കിൽ കൺഫ്യൂഷൻ അതെല്ലാം മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തിക്ക് എല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് സന്തോഷം ഇല്ല. ആ ഒരു അവസ്ഥയാണ് നിങ്ങളുടേത്. അതായത് നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും നല്ലതായിരിക്കും, പക്ഷെ ആൾക്കാർ ഗ്രഹിക്കുന്നത് വേറെ രീതിയിൽ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകാറുണ്ട് പല സ്ഥലങ്ങളിലും. നിങ്ങളുടെ ആ ഒരു സ്ഥിതികൾ നിങ്ങളെ ഇങ്ങനെയാണ്, അതായത് നിങ്ങൾ ജീവിക്കുന്നു എന്ന് മാത്രം, അതായത് സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നല്ല, വെറുതെ ജീവിക്കുന്നു, അങ്ങനൊരു സ്ഥിതി കൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ ആ ഒരു നന്മ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് ഒത്തിരി പൈസയുണ്ട്, പക്ഷെ അതുണ്ടായിട്ടും ആ വ്യക്തിക്ക് സന്തോഷമോ സമാധാനമോ ഇല്ല, അങ്ങനൊരവസ്ഥ. ബന്ധങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും ബന്ധങ്ങളില്ലാത്ത അവസ്ഥ. അതായത് ഒത്തിരി റിലേഷൻഷിപ്പ് ഉണ്ട്, ഒത്തിരി ബന്ധങ്ങളും കുടുംബക്കാരും എല്ലാവരും ഉണ്ട്, പക്ഷേ ഒരു സമയം ആവശ്യം വരുമ്പോൾ ആരും ഇല്ലാത്ത അവസ്ഥ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന അവസ്ഥ. ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദനയും കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്, പക്ഷെ മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾ വളരെ പുഷ്ടിയോടെ ഇരിക്കുന്നു, ഒരു കുഴപ്പവുമില്ല എന്ന്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു വേദനയും കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്, നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ എപ്പോഴും റെസ്റ്റ് എടുക്കുന്നു, കാരണം ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വിഷമം, അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം റെസ്റ്റ് എടുക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഈ ഒരു വിഷമം നിങ്ങൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇത് റിലേറ്റഡ് ഒരു സമാധാനം നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. അതായത് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ഒരു ഗ്രഹണമായിട്ടുള്ള സ്ഥിതി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ആ ഗ്രഹണമായ സ്ഥിതി അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് വലിയ ഒരു നെഗറ്റിവിറ്റി അവസാനിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന്. ഇവിടെ നിങ്ങൾ എത്ര തന്നെ നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അത്രത്തോളം നിങ്ങൾ അതുമായിട്ട് കൂടുതലായിട്ട് അടുക്കുകയായിരുന്നു ചെയ്തത്. അത്ര വലിയൊരു നെഗറ്റിവിറ്റി ആയിരുന്നു. ഇനി നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ രീതിയിലുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളുടേത്. ആ ഒരു അവസ്ഥയിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് വളരെ പാടുള്ള കാര്യമാണ്. അങ്ങനൊരു അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും വന്ന ആ ഒരു സമയം ഇപ്പോഴല്ല, മുന്നേ ഉള്ള സമയത്ത് അപ്പോൾ തൊട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് മോശം അവസ്ഥയിൽ കൂടെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം ഒത്തിരി പ്രശ്നങ്ങൾ ആ സമയം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, എപ്പോഴാണോ ഈ ഒരു സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും സംഭവിച്ചപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി വന്നത്, അതേപോലെ ആ ഒരു ചന്ദ്രഗ്രഹണം വീണ്ടും വന്നപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ചന്ദ്രഗ്രഹണത്തിന് ശേഷം നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസിന് ഒരു കുറവ് ഒരിക്കലും ഉണ്ടാവുകയില്ല. എങ്ങനെ കുറവ് വരത്തില്ല എന്ന് നോക്കാനുള്ള ഒരേ ഒരു ഉപായം, നിങ്ങൾ വെള്ളം ധാരാളമായിട്ട് കുടിക്കും. മുന്നേ നിങ്ങൾ വെള്ളം കുടിക്കുന്ന കുറവായിട്ടുണ്ട് എങ്കിൽ ഇനി നിങ്ങൾ വെള്ളം ധാരാളം കുടിക്കും.
ഇനി ആർക്കും നിങ്ങളോട് വെള്ളം കുടിക്കാൻ പറയേണ്ടി വരത്തില്ല. നിങ്ങൾ തന്നെ സ്വയം വെള്ളം കുടിക്കും. നിങ്ങളുടെ ആഹാരം കഴിക്കുന്ന ആ ഒരു രീതിയിലും ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നല്ല മാറ്റം. ഇനി നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടാവത്തില്ല. മാതാവ് സംബന്ധമായിട്ടുള്ള ആൾക്കാരുമായിട്ട് നല്ല ഒരു ബന്ധം മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ആരുടെയെങ്കിലും ഹെൽത്ത് സംബന്ധമായിട്ട്, അതായത് മാതാവ് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും സ്ത്രീയുടെ ഹെൽത്ത് സംബന്ധമായിട്ട് എന്തെങ്കിലും മോശം അവസ്ഥയാണ് എങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഒരു മാതാവിൻ്റെ സ്ഥാനത്തുള്ള ആൾ ചിലപ്പോൾ നിങ്ങളുടെ മൂത്ത ചേച്ചിയോ അല്ലെങ്കിൽ വല്യമ്മയോ അങ്ങനെയൊക്കെ കുഞ്ഞമ്മയോ അങ്ങനെയൊക്കെ ഉണ്ടാവത്തില്ലേ. അതായത് മാതാവിൻ്റെ സ്ഥാനമുള്ള ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ബന്ധം ഇനി നല്ലതായിട്ട് പോവും. അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് മാറും. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള കണ്ണ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഏതെങ്കിലും ഒരു അവയവത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം, നല്ലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ കാലുവേദന അല്ല എങ്കിൽ വയറുവേദന, ലെഫ്റ്റ് സൈഡാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേദനകൾ വരുന്നത്. അല്ലെങ്കിൽ നടുവേദന, അതെല്ലാം ലെഫ്റ്റ് സൈഡാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് വേദനയായാലും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും നാളായിട്ട്, അതായത് ഈ ഒരു കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ടുള്ള ലെഫ്റ്റ് സൈഡ് വയറുവേദന, കാലുവേദന, നടുവേദന, കൈ തരിപ്പ് അതൊക്കെ ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം ഈ ഒരു ചന്ദ്രഗ്രഹണത്തിന് ശേഷം ഉണ്ടാവുന്നതാണ്. ഇവിടെ മറ്റുള്ളവരുടെ ആ ഒരു വാക്കുകളുടെ ആ ഒരു പ്രഭാവം ഇല്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെയല്ല മറ്റുള്ളവർ വിചാരിക്കുന്നത്. അവർ വേറെ രീതിയിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ അതിലെല്ലാം ഒരു മാറ്റം ഈ ഒരു ചന്ദ്രഗ്രഹണത്തിന് ശേഷം ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ തരുന്ന പല കാര്യങ്ങളും ഈ ചന്ദ്രഗ്രഹണത്തോടെ അവസാനിക്കും നിങ്ങളുടെ ലൈഫിൽ നിന്ന്. ഇവിടെ ആരുടെയെങ്കിലും വാക്കുകളുടെ ആ ഒരു പ്രഭാവം ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കേൾക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരിക്കാം. പക്ഷേ എങ്കിലും അവർ നിങ്ങളെ വഴക്ക് പറയുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാനൊരു തെറ്റും ചെയ്തില്ല, പിന്നെ എന്തിനാണ് അവർ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത് എന്ന്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനും മാറുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ആദ്യം നിങ്ങളുടെ ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള പ്രശ്നങ്ങൾ മാറും. പിന്നെ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും. ആഹാരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കും. നല്ലത് മാത്രം കഴിക്കാൻ ശ്രമിക്കും. പുറത്തുള്ള ആഹാരം നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ഇവിടെ അമ്മയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു നല്ലൊരു ഊർജ്ജമായിരിക്കും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ മാതാവ് സംബന്ധമായിട്ടുള്ള ആ ഒരു വ്യക്തി നിങ്ങളോട് പറയുകയാണ്, നീ ഇപ്പോൾ പോവണ്ട, പോയാൽ പ്രശ്നമാണ് എന്നപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ ദേഷ്യപ്പെടും. എന്തിനാണ് ഞാൻ ഇപ്പോൾ പോയാൽ കുഴപ്പം എന്ന്. പിന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ പോവാതെ നിന്ന് കഴിഞ്ഞാൽ നല്ലത് എന്ന്. അങ്ങനെയും ഒരു ഇത് നിങ്ങൾക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് അവരുടെ ആ ഒരു സപ്പോർട്ടും ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എത്ര തന്നെ നെഗറ്റിവിറ്റി നിങ്ങളെ കീഴ്പ്പെടുത്താൻ നോക്കിയാലും നിങ്ങൾ ഓം നമഃശിവായ മന്ത്രം ഉച്ചരിക്കാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങളെ ആ ഒരു നെഗറ്റിവിറ്റി വിട്ട് പോകുന്നതാണ്. ഇല്ല എങ്കിൽ ഓം അച്യുതായ നമ, അനന്തായ നമ, ഓം ഗോവിന്ദായ നമ, അങ്ങനെ ആ ഒരു മന്ത്രം ജപിക്കുക. അല്ലെങ്കിൽ നാരായണ അത് പറഞ്ഞാലും മതി. ഓം നമോ ഭഗവതി വാസുദേവായ, അങ്ങനെ എത്ര നാമങ്ങളുണ്ട് ഭഗവാന്റെ. ആ ഒരു മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ തന്നെ നിങ്ങളെ ആ ഒരു നെഗറ്റിവിറ്റിയിൽ വിട്ടു പോകുന്നതാണ്. ഈ ഒരു മന്ത്രങ്ങൾ നിങ്ങളുടെ ആ ഒരു മനസ്സിൽ ശാന്തിയും സമാധാനവും കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ എത്രത്തോളം നിങ്ങൾക്ക് നാമങ്ങൾ ജപിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ നാമങ്ങൾ ജപിക്കുക. എത്രത്തോളം നിങ്ങൾ പോസിറ്റിവിറ്റിയിൽ വിശ്വസിക്കുമോ അത്രത്തോളം പോസിറ്റിവിറ്റി നിങ്ങളെ ആകർഷിക്കും. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾക്ക് വിഷമത്തിൻ്റെ ആ ഒരു ടൈമായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ആ ഒരു ടൈമാണ്. അതായത് ഈ ഒരു ചന്ദ്രഗ്രഹണം കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ശുഭത വരുക തന്നെ ചെയ്യുന്നതാണ്. ഇനി നിങ്ങളുടെ ആ ഒരു ജോലി വീണ്ടും ഡിലേ ആയിക്കൊണ്ടിരുന്നിട്ടുണ്ട് എങ്കിൽ ഇനി ആ ഒരു ഡിലേ മാറി നല്ല രീതിയിൽ നിങ്ങളുടെ ജോലി വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആ ഒരു വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും മാർച്ചിൽ, അതായത് ഈ മാസം നിങ്ങളുടെ വീട്ടിലൊരു ശുഭകാര്യം, മംഗളകാര്യം നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അൺമാരീഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ ഒരു നല്ലൊരു അലയൻസ് നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണോ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള മാരേജിനെ കുറിച്ചുള്ള സംസാരം ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു റീസൺ ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല.
നമ്മൾ വിചാരിക്കും ഈ ഒരു കാര്യം കൊണ്ട് നമുക്കെന്താണ് ഉപയോഗം എന്ന്. പക്ഷേ നമ്മുടെ ആ ഒരു കർമ്മയാണത്, നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മളൊരു വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അവരോട് നല്ല ഭാവത്തിൽ അവരോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് തിരിച്ച് അവരിൽ നിന്ന് നല്ലത് കിട്ടുകയുള്ളൂ. ഇനി ഒരു വ്യക്തിയോട് നമുക്കുള്ള ആ ഒരു ചിന്ത വളരെ മോശമാണെങ്കിൽ ആ ഒരു വ്യക്തിയും നമ്മളോട് ആ രീതിയിലായിരിക്കും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എന്താണോ കൊടുക്കുന്നത് അതാണ് തിരിച്ച് നമുക്ക് കിട്ടുന്നത്. ഹോളിക്ക് ശേഷം ഇങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കും. ആ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ടെൻഷനിലായിരിക്കും. ഇച്ചിരി വയസ്സായിട്ടുള്ള ആളാണത്. ഇവിടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു സമാധാനം ഫീലാകും. അതായത് അവരുടെ ആ ഒരു ടെൻഷനെല്ലാം മാറിപ്പോകും നിങ്ങളോട് സംസാരിക്കുമ്പോൾ. അതായത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ശബ്ദത്തിൻ്റെ ആധാരത്തിൽ നല്ല രീതിയിൽ അവരെ സഹായിക്കുന്നതായിട്ട്, അവരുടെ ആ ഒരു വിഷമം മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവർക്കൊരു റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ആ ഒരു സംസാരം കാരണം ഒരു വ്യക്തിക്ക് ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ പരം ഭാഗ്യം വേറെയില്ല. അതായത് ഒരു വ്യക്തിയുടെ ആ ഒരു മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരു റിലാക്സേഷൻ, അത് നിങ്ങൾക്ക് ഒരു നല്ല ഒരു കർമ്മയായി ഭവിക്കുകയും അത് നിങ്ങൾക്ക് ഈ ഒരു സമയം അത്യാവശ്യമായിട്ട് വരികയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവരുടെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് നല്ലതായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ശരിയായ സമയത്ത് ശരിയായ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് എന്ത് കാര്യത്തിൻ്റെയാണോ ആവശ്യം നിങ്ങൾക്കുള്ളത്, ആ ഒരു ആവശ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതിലേക്ക് നിങ്ങളുടെ ലൈഫ് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ചുറ്റിലുമുള്ള ആ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ അവിടെയും പല രീതിയിലും ഒരു മാറ്റം, നല്ലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ പതുക്കെ പതുക്കെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ഫേവർ ആകുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിലായിട്ടാണ് പോകുന്നത്, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ലേറ്റായിട്ടെന്ന് മാത്രമാണ് എന്നിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുന്നത് എന്ന് പതുക്കെ പതുക്കെ അത് നിങ്ങൾ നോട്ടീസ് ചെയ്യുക. ഇപ്പോൾ ഏതെങ്കിലും വയസ്സായ ഒരു ആൾ നിങ്ങളോട് വന്ന് അവരുടെ വിഷമം പറയുകയാണെങ്കിൽ നിങ്ങൾ അവർ പറയുന്നത് കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങൾ അവർക്ക് സാന്ത്വനമാകുന്ന രീതിയിൽ സംസാരിക്കുക. ഇവിടെ ഈ ഒരു വ്യക്തി എന്തായാലും നിങ്ങൾക്ക് ഒട്ടും തന്നെ അറിയാത്തൊരു വ്യക്തിയാണ്. പുറത്തുള്ള ഏതോ ഒരു വ്യക്തി, അജ്ഞാതനായിട്ടുള്ളൊരു വ്യക്തി, ആ വ്യക്തിയാണ് നിങ്ങളോട് വന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴായിരിക്കാം ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഈ ഒരു വയസ്സായ വ്യക്തി മെയിൽ പേഴ്സൺ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അവരുടെ ആ ഒരു വിഷമം എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കി ആ രീതിയിൽ അവരോട് സംസാരിക്കും. അപ്പോൾ അവരുടെ ആത്മാവിൽ നിന്ന് വരുന്ന ആ ഒരു ബ്ലെസ്സിങ് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ദൈവം ഏതൊക്കെ രൂപത്തിലാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല നമുക്ക്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് ദൈവം വരുന്നത്. അപ്പോൾ ഈ ഒരു നല്ല കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. സഡനായിട്ടായിരിക്കും ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ ഒരു സംഭവം സഡനായിട്ട് നടക്കുന്നതിലൂടെ നിങ്ങളുടെ പല വിഷമങ്ങളും അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് സ്വയം അങ്ങനെ ഫീലാകും ഈ ഒരു ചന്ദ്രഗ്രഹണത്തിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഒരു മോശം ദൃഷ്ടി നിങ്ങളിൽ നിന്ന് പോയി എന്ന്. ഇവിടെ ചില സമയം നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു പ്രോബ്ലമാണ് ഉറക്കം ഇല്ലായ്മ. ഗുളിക കഴിച്ചാൽ പോലും നിങ്ങൾക്ക് ഉറക്കം ഉണ്ടാവുന്നില്ല. നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു ഭാരം, ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതായത് നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഉറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി എന്ന്. ഇവിടെ ശരീരം ഒന്ന് പറയുന്നു, മനസ്സ് വേറൊന്ന് പറയുന്നു. ആരോ നിങ്ങളുടെ ആത്മാവിനെ ബന്ധിപ്പിച്ച് വച്ചേക്കും പോലെ അവരുടെ ആ ഒരു കൈക്കുള്ളിൽ അവർ പറയും പോലെ നിങ്ങൾ ഓരോന്ന് ചെയ്യുന്ന ആ ഒരു അവസ്ഥ. അതായത് കണ്ടിട്ട് പോലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കേട്ടിട്ട് പോലും നിങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഈ ഒരു ചന്ദ്രഗ്രഹണത്തിന് ശേഷം അത് മാറുന്നതാണ്. നിങ്ങളുടെ മുഖം ഈ ഒരു ചന്ദ്രഗ്രഹണത്തിന് ശേഷം നിങ്ങൾ നോക്കണം. ഒരു എന്താ പറയുക, ആ ഒരു ഭാരം നിറഞ്ഞ, ഉറക്കം ഇല്ലാത്തത് കൊണ്ട് ഒരു ഭാരം കൊണ്ട് നടന്ന ഒരു അവസ്ഥ, അതിലെല്ലാം ഒരു മാറ്റം നിങ്ങളുടെ ആ ഒരു മുഖത്ത് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആ ഒരു നിറം കുറച്ചൊന്ന് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീലാകും.
ഇവിടെ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ട് കണ്ണിൻ്റെ താഴെയായിട്ട്. ഫേസിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഒരു മാറ്റം ഈ ഒരു ചന്ദ്രഗ്രഹണത്തിന് ശേഷം ഉണ്ടാവുന്നതാണ്. ഇനി കയ്യിൽ ആ ഒരു രേഖകൾ അതിലും ഒരു മാറ്റം ഉണ്ടാവും. അതായത് ഗുണം പോലത്തെ രേഖകളില്ലേ, അതായത് നെഗറ്റീവായിട്ടുള്ള മോശം കർമ്മ രേഖകൾ, ആ ഒരു രേഖകൾ നിങ്ങൾക്ക് കുറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് എക്സ് ആയിട്ടുള്ള രേഖകൾ നിങ്ങളുടെ കയ്യിൽ കുറേ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് ആ ഒരു രേഖകൾ നിങ്ങൾക്ക് കുറയുന്നതായിട്ട് നല്ല മാറ്റം ആ ഒരു കയ്യിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എത്രത്തോളം കയ്യിൽ രേഖകൾ കുറയുമോ അത്രത്തോളം നമ്മുടെ ഓരോ കർമ്മയും അവസാനിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോ കർമ്മ അവസാനിക്കുമ്പോൾ ഓരോ രേഖയായിട്ട് മാറിപ്പോകുമെന്നാണ് പറയുന്നത്. നിങ്ങൾ നല്ല വയസ്സായ ആൾക്കാരുടെ കൈ പിടിച്ച് നോക്കുമ്പോൾ അറിയാം, അവരുടെ കയ്യിൻ്റെ അകത്ത് രേഖകളൊക്കെ വളരെ കുറവായിരിക്കും. കാരണം അവരുടെ ജീവിതത്തിൽ അവർ കുറേ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് വിളിച്ചാൽ പോയാൽ മതി. ഇനി നിങ്ങളുടെ കൈകളിൽ സോഫ്റ്റ്നെസ് വരും. അതായത് മുമ്പ് ഹാർഡായിട്ടുള്ള കൈ ആയിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് സോഫ്റ്റ്നെസ് വരുന്നതാണ്. ഫസ്റ്റ് നിങ്ങളുടെ ആ ഒരു മുഖം തന്നെയാണ് ഒരു മാറ്റം ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ ഹോളിഡേ 1, 2, 3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്ന്. ഇവിടെ എന്തോ ഒരു പ്രശ്നം ലീഗൽ ഇഷ്യൂ വരെ പോയിട്ടുണ്ട് എങ്കിൽ അതിലും ഒരു നല്ല ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് റിലേഷൻഷിപ്പിലായിരിക്കാം ചിലപ്പോൾ മതഭേദങ്ങൾ ഉണ്ടായി ലീഗൽ ഇഷ്യൂ വരെ പോയത് എങ്കിൽ അവിടെ ഒരു സംസാരം, അതായത് 2 കൂട്ടരും ചേർന്ന് നല്ല രീതിയിൽ സംസാരിച്ചെല്ലാം അവസാനിപ്പിക്കുന്നതായിട്ട്, അതായത് ഒന്നും വേണ്ട സമാധാനപരമായിട്ട് എല്ലാം അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വരാൻ പോകുന്ന 4 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ നല്ല കാര്യം, നല്ലൊരു സംസാരം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു കോളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ തേടി വരുന്നത്. ആ ഒരു കോള് കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം വളരെ ഹാപ്പി ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ചുറ്റിലും ഇങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് ഫീലാക്കി തരും. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന്. അങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് ചുറ്റിലും തോന്നും. ഇനി അങ്ങോട്ട് ആരോ നിങ്ങളെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇവിടെ ചെറിയ ചെറിയ സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അങ്ങനൊരു അവസ്ഥയും കാണാൻ സാധിക്കുന്നു. ഇത് നിങ്ങൾ വിചാരിക്കണം, എൻ്റെ ഈ ചെറിയൊരു ആഗ്രഹം സാധിച്ചെങ്കിൽ എന്ത് നന്നായിരുന്നു ദൈവമേ എന്ന്. പെട്ടെന്ന് സഡനായിട്ട് ആ ഒരു ആഗ്രഹം സാധിക്കുന്നതായിട്ട് അങ്ങനെയും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞാലും ഇല്ലെങ്കിലും ആ ഒരു ആഗ്രഹത്തിൽ എത്താനുള്ള ആ ഒരു വഴി ക്ലിയർ ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു പേടിയും കൂടാതെ നിങ്ങളുടെ മനസ്സ് ഹാപ്പിനെസ്സിനെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചിന്ത, ഭയം, കോൺഫ്ലിക്റ്റ് ഇതെല്ലാം നിങ്ങളിൽ നിന്ന് വിമുക്തമാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം നമ്പർ 7ൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് ശുഭത കൊണ്ടുവരുന്നതായിട്ട്, ശുഭതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് തന്നെ പറയും, ഇപ്പോൾ കാര്യങ്ങളെല്ലാം നേരെയായിട്ടാണല്ലോ പോകുന്നത് ദൈവമേ എന്ന്. അതായത് ഒരു യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ ഒരു വ്യക്തി എന്തുമാത്രം സന്തോഷിക്കുമോ അതേപോലെ നിങ്ങളും സന്തോഷിക്കുന്നതാണ്. അപ്പോൾ സ്വയം നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ റെസ്റ്റ് കൊടുക്കുക. റെസ്റ്റ് കൊടുത്തതിന് ശേഷം വർക്ക് ചെയ്യുക. റെസ്റ്റ് ഇല്ലാതെ ഒരിക്കലും വർക്ക് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ആ ഒരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ. ആദ്യം ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക, എന്നിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞ് എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ വീട്ടിൽ ഇപ്പോൾ ആഹാരം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ചൊന്ന് പാട്ട് കേട്ടുകൊണ്ട് റിലാക്സ് ആയിട്ട് ആഹാരം ഉണ്ടാക്കാം. അങ്ങനെ നിങ്ങൾ മൊബൈലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു പാട്ട് വെച്ച് കേട്ടുകൊണ്ട് സന്തോഷമായിട്ട് റിലാക്സ് ആയിട്ട് ആഹാരം ഉണ്ടാക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു ചന്ദ്രഗ്രഹണവും ഈ ഒരു ഹോളിയും നിങ്ങൾക്ക് ലൈഫിൽ വളരെ വിശേഷമായ ഒന്നായിട്ടാണ് മാറിയിരിക്കുന്നത്. കാരണം ഈ ഒരു 2 കാര്യവും നിങ്ങളുടെ ലൈഫിൽ ശുഭതയാണ് കൊണ്ടുവരുന്നത്. ഇവിടെ എന്ത് മാറ്റമായാലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത് അതിനെ നിങ്ങൾ വളരെ വിശേഷമായ രീതിയിലായിരിക്കും സ്വീകരിക്കുന്നത്. ഇനി നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ടൊരു സംസാരമോ സമ്പർക്കമോ നിങ്ങൾക്ക് വയ്ക്കേണ്ടി വരത്തില്ല. കാരണം അവർ ആഗ്രഹിച്ചാൽ പോലും നിങ്ങളുമായിട്ടൊരു സമ്പർക്കം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. കാരണം നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി ഉള്ളത് കൊണ്ട് അവർക്ക് നിങ്ങളുമായിട്ടൊരു സമ്പർക്കം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. ഇനി പാസ്റ്റിൽ ആ ഒരു വേദനിപ്പിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ഈ ഒരു ഹോളിക്ക് ശേഷം നിങ്ങൾക്ക് ഒരിക്കലും ഓർമ്മ വരത്തില്ല. നിങ്ങൾ ശ്രമിച്ചാൽ പോലും ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് വരത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ആരൊക്കെയാണോ നിങ്ങളെ വേദനിപ്പിച്ചത് അവിടെ ആ ഒരു ആളുടെ മുഖം ഇനി നിങ്ങൾക്ക് ഓർമ്മ വരത്തില്ല.
ഇനി നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു ലൈഫ് എന്താണോ അത് സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കും. മുന്നോട്ടുള്ള ലൈഫ് എന്താണോ അതും നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക. അല്ലാതെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇനി നിങ്ങൾ ഓർക്കത്തില്ല. ഇവിടെ ചില സമയം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും നിങ്ങൾ ഒന്നിനും കേപ്പബിൾ അല്ല എന്ന്. അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ ഇനി ഒരു ഹോളിക്ക് ശേഷം മാറുന്നതാണ്. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള തോന്നൽ നിങ്ങൾക്കുള്ളിൽ വരും. അതായത് ഏത് രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ചെയ്യാനും നിങ്ങൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് ഇനി വരും. ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പ്രതിഭ, ആ ഒരു ടാലൻ്റ് എന്താണോ അത് പുറത്ത് കാണിക്കാൻ വേണ്ടി ഒരു അവസരം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങൾ എല്ലാ അർത്ഥത്തിലും യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു പ്രകൃതി നിങ്ങളെ യോഗ്യനാക്കുക തന്നെ ചെയ്യുന്നതാണ് എല്ലാവരുടെയും മുമ്പിലും. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയോ നല്ല ടാലൻറ്റും ഗുണങ്ങളും ഉണ്ട്. ആ ഒരു ഗുണങ്ങളും ആ ഒരു ടാലൻറ്റും ചെയ്യാൻ വേണ്ടി ഒരു അവസരം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ്. ഇനി നിങ്ങളുടെ ലൈഫ് ഒരു ടെൻഷൻ കൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ്. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതിനുവേണ്ടി അഫർമേഷൻസ് പറയുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് അഫർമേഷൻസിൻ്റെ കാര്യം പല വീഡിയോയിലും. അത് വാട്ടർ അഫർമേഷൻസ്, മിറർ അഫർമേഷൻസ് അതെല്ലാം ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. അപ്പോൾ ഞാൻ മാക്സിമം നിങ്ങളോട് പറയുന്നത് കണ്ണാടിന് മുമ്പിൽ നിന്നുകൊണ്ട് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് പറയുക. പെട്ടെന്ന് വർക്കാവുന്ന ഒരു അഫർമേഷൻ മിറർ അഫർമേഷനാണ്. അത് ചെയ്യുക നിങ്ങൾ. അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, അതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് അങ്ങനെ പറയുക. ആദ്യം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പറഞ്ഞു നോക്കുക. അതിന് ശേഷം കിട്ടിയിട്ട് വലിയ ആഗ്രഹങ്ങളിലേക്ക് പോവുക. ഇവിടെ നിങ്ങളുടെ നല്ല സമയം ഗോൾഡൻ ടൈം സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഒരു ഗ്രോത്ത്, മണിയുടെ ഒരു ആഗമനം നിങ്ങളുടെ ലൈഫിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ 1 രൂപയെങ്കിലും അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ ഒരു രൂപ നിങ്ങൾക്ക് വളരെ ശുഭദായകമായി മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ആ പൈസ നിങ്ങൾക്ക് ലക്കിയായി മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇതിനു മുന്നേ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതാണ്. വീണ്ടും ആ ഒരു മെസ്സേജ് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ അത് യാഥാർത്ഥ്യമാവുന്നത് വരെ ഈ ഒരു മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് 1 രൂപയെങ്കിൽ 1 രൂപ അതെങ്കിലും കിട്ടും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു രൂപ നിങ്ങളുടെ കയ്യിലുള്ള ധനത്തെ കൂട്ടുന്നതായിട്ട്, ആകർഷിക്കുന്നതായിട്ട്, വീണ്ടും ധനത്തെ അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കൂടുതലായിട്ട് ഒരു ആഴത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതായിട്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതായിട്ട് റിലേഷൻഷിപ്പ് അങ്ങനെയും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബന്ധത്തിൽ ഒരു റീകവറി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു റീകവറി ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ഒരു വ്യക്തിയുടെ കൂടെയുള്ള ബന്ധം നേരെയാക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തിയും ആ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ രണ്ടുപേരും ഒരേ ഭാവം വച്ചാൽ മാത്രമേ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അതായത് മാരേജ് റിലേഷൻഷിപ്പിൽ രണ്ടുപേരും ഒരേപോലെ ചിന്തിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ ആ ഒരു ബന്ധം. അതായത് ഒരാൾ തിരിച്ചും ഒരാളും നേരെയും ചിന്തിച്ചാൽ ഒരിക്കലും ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് നല്ലതായിട്ട് മാറാൻ വേണ്ടി റോസ് നിറത്തിലുള്ള, അതായത് ലൈറ്റ് റോസ് നിറത്തിലുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട്. അത് വാങ്ങിച്ച് കയ്യിലിടുന്നത് നല്ലതാണ്. ഇനി വരാൻ പോകുന്ന ദിവസം നിങ്ങൾക്ക് പ്രശംസ ഒത്തിരി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഇനി ചിലപ്പോൾ ക്രൗൺ ആരെങ്കിലും ധരിപ്പിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ക്രൗണിൻ്റെ ആ ഒരു ഇമേജ്, അല്ലെങ്കിൽ അങ്ങനെ വീഡിയോ, ക്രൗൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഒത്തിരി പേരും പ്രശസ്തിയും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ് എന്ന്. ഇവിടെ ഒരു ചന്ദ്രഗ്രഹണത്തിന് ശേഷം നിങ്ങൾക്ക് ജോബ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഓഫറായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ ആഗ്രഹിക്കുന്നത് ഞാൻ ഒരു വർക്ക് ചെയ്യണം, പക്ഷെ ആ ഒരു വർക്കിൽ എനിക്ക് നല്ലൊരു റെസ്പെക്റ്റ് ലഭിക്കണം, അങ്ങനെ രീതിയിലുള്ള വർക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു വർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ വളരെ നല്ല ഒരു ജോബ് ഓഫർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോയാണ്. നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവുന്ന രീതിയിലുള്ള ഓഫറായിരിക്കും വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലിമിറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ലിമിറ്റ് തന്നെ നിങ്ങൾ ക്രോസ് ചെയ്യുന്നതായിട്ട് അത്രയ്ക്ക് വലിയൊരു കോൺഫിഡൻസും നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ചന്ദ്രഗ്രഹണത്തിന് ശേഷം. നിങ്ങൾക്ക് തന്നെ തോന്നും എനിക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ പറ്റി, ഇത് ഞാൻ തന്നെയാണോ എന്ന് വരെ തോന്നുന്ന രീതിയിലൊരു ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടാകും.
ഇനി നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി റെഡി ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി പേടിച്ച് പേടിച്ച് ജീവിക്കുന്ന ആ ഒരു രീതി നിങ്ങൾക്ക് മാറും. സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.